നമുക്ക് ദൈവത്തിൻ്റെ വചനങ്ങൾ ആലോചനകളൊക്കെ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ആമേൻ സ്തോത്രം. തുടർന്നും അല്പം കൂടെ വചനം നമുക്ക് ധ്യാനിക്കാം. ആമേൻ സ്തോത്രം. റോമാലേഖനം 8-ാം അധ്യായം അതിൻ്റെ 30-ാം വാക്യം. റോമാലേഖനം 8-ാം അധ്യായം മുൻ നിയമിച്ചവരെ വിളിച്ചും വിളിച്ചവരെ നീതീകരിച്ചും നീതീകരിച്ചവരെ തേജസ്കരിച്ചുമിരിക്കുന്നു. ആമേൻ സ്തോത്രം. കർത്താവിന്റെ ആമേൻ സ്തോത്രം ഒരു രക്ഷാ പദ്ധതിയുടെ ആമേൻ സ്തോത്രം നമ്മെ വിളിച്ചിരിക്കുന്നതിന്റെ ഉദ്ദേശത്തിന്റെ തുടക്കം മുതൽ പൂർത്തീകരണം വരെയുള്ള കാര്യങ്ങളാണ് ഈ 4 കാര്യങ്ങൾ കൂടെ പറയുന്നത്. ആമേൻ സ്തോത്രം. അവൻ മുൻ നിയമിച്ചവരെ വിളിച്ചു. ആമേൻ സ്തോത്രം. 1 മുൻ നിയമിക്കുന്നു, 2 വിളിക്കുന്നു, പിന്നെ നീതീകരിക്കുന്നു, പിന്നെ തേജസ്കരിക്കുന്നു. ദൈവം ഒരു കാര്യവും പെട്ടെന്നൊരു ഇതുകൊണ്ട് അങ്ങ് ചെയ്യുമല്ല. ആമേൻ സ്തോത്രം. മനുഷ്യന് ചെയ്യുന്നത് പോലെ പെട്ടെന്നങ്ങ് ചെയ്യുമല്ല. ദൈവത്തിന് വ്യക്തമായ പദ്ധതികൾ. ആമേൻ സ്തോത്രം. നമ്മളെ ഓരോരുത്തരെ പറ്റിയും ദൈവത്തിന് പദ്ധതിയുണ്ട്. ആമേൻ സ്തോത്രം. കർത്താവദാസൻ ശുശ്രൂഷിക്കുമ്പോഴൊക്കെ ഓർത്ത് നോഹയെ പറ്റി പരാമർശിക്കുമ്പോൾ ആമേൻ സ്തോത്രം നോഹ നീതിമാനായിരുന്നു. ആമേൻ സ്തോത്രം. നീതിമാനായിരുന്നത് കൊണ്ട് ആമേൻ സ്തോത്രം ആ കാലഘട്ടത്തിൽ മറ്റാരും നീതിമാന്മാരില്ലായിരുന്നു. ആമേൻ സ്തോത്രം. നോഹയുടെ കുടുംബം മാത്രമാണ് ഒരു നീതിയുള്ള കുടുംബമായി ദൈവം കണ്ടത്. ആമേൻ സ്തോത്രം. എന്നാൽ എത്ര ശക്തമായ പ്രതിസന്ധി ദേശത്ത് ഉണ്ടായിട്ടും ആമേൻ സ്തോത്രം ദൈവം ആ കുടുംബത്തെ സംരക്ഷിക്കും. ആമേൻ സ്തോത്രം. കാര്യം ദൈവത്തിന്റെ പദ്ധതിയാണ്. ആമേൻ സ്തോത്രം. ദൈവത്തിൽ ആശ്രയം വെക്കുന്നവരെ ആമേൻ സ്തോത്രം ദൈവം ഒരിക്കലും ഉപേക്ഷിക്കുന്നില്ല. ആമേൻ സ്തോത്രം. മനുഷ്യനെ പോലെ അല്ല ദൈവം ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത്. ആമേൻ സ്തോത്രം. നമ്മളെല്ലാം കാണുന്നതൊക്കെ മനുഷ്യന്റെ പ്രവൃത്തികളൊക്കെയാണ് കാണുന്നത്, ഈ ദേശത്തൊക്കെ കാണുന്നത്. ആമേൻ സ്തോത്രം. എന്നാൽ ദൈവത്തിന്റെ പദ്ധതി ആമേൻ സ്തോത്രം എണ്ണം കൂടുതലുണ്ടോ എന്നതൊന്നും ദൈവത്തിന് ഒരു വിഷയമല്ല. ആമേൻ സ്തോത്രം. ഒരാളായാലും ആമേൻ സ്തോത്രം ഒരു ദൈവദാസനായാലും ദേശത്ത് നീതിയോടെ വിശ്വസത്തോടെ നിന്നാൽ ആ ദേശത്തെ അദ്ദേഹത്തിന്റെ കയ്യിൽ കൊടുക്കാൻ. ആമേൻ സ്തോത്രം. ആ ദേശത്തിന്റെ അധികാരിയായി ദേശത്തിന്റെ ആമേൻ സ്തോത്രം കാവൽക്കാരനാക്കി ആമേൻ സ്തോത്രം ദൈവം ആ ദൈവസഭയോ ദൈവദാസനെയോ കർത്താവ് ആ രീതിയിൽ അപ്പോയിന്റ്മെന്റ്. ആമേൻ സ്തോത്രം. അങ്ങനെ അധികാരപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ ആ ദേശത്ത് എന്തെങ്കിലും നടക്കണമെങ്കിൽ ആമേൻ സ്തോത്രം ദൈവത്തിന്റെ ആ അധികാരപ്പെടുത്തപ്പെട്ട ദൈവദാസനെയോ ദൈവസഭയോ ദൈവം അല്ലെ മുന്നേ അറിയിക്കും. ആമേൻ സ്തോത്രം. എന്ത് നല്ലതും പന്നലും. ആമേൻ സ്തോത്രം. ആമേൻ സ്തോത്രം എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയോ ഒരു കുടുംബമോ രക്ഷിക്കപ്പെട്ട് സഭയിലേക്ക് വരുന്നു എങ്കിലും അത് അങ്ങനെയുള്ള വിഷയങ്ങളും ദൈവം അറിയിക്കും. ദേശത്തൊരു പ്രതികൂലം വന്നാലും അറിയിക്കും. ആമേൻ സ്തോത്രം. ഇങ്ങനെ ആമേൻ സ്തോത്രം ആ അധികാര പരിധിയിലുള്ള ദേശത്ത് നടക്കുന്ന കാര്യങ്ങളൊക്കെ ദൈവം തന്റെ ഭക്തന്മാരുമായി മുന്നമേ അറിയിക്കും. ആമേൻ സ്തോത്രം. അതുകൊണ്ട് ആ ദേശത്തിന് വേണ്ടി നമ്മൾ ജാഗരിക്കുമ്പോൾ നമുക്ക് ഈ രീതിയിൽ ദൈവവുമായി നല്ല ബന്ധത്തിൽ ഇരിക്കുന്നു എങ്കിൽ ആമേൻ സ്തോത്രം നമുക്ക് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ സംഭവിച്ചതിന് ശേഷം പത്രത്തിൽ വരുമ്പോൾ നാട്ടുകാരൊക്കെ അറിയുമെങ്കിൽ സംഭവിക്കുന്നതിന് മുമ്പേ ദൈവത്തിന്റെ ജനത്തിന് അറിയും. ആമേൻ സ്തോത്രം. കാര്യം നമ്മുടെ ഭക്തന്മാരെ തള്ളിക്കളയുന്ന ഒരു ദൈവമല്ല. ആമേൻ സ്തോത്രം. അവരെ ആമേൻ സ്തോത്രം ഏറ്റവും ആദരിക്കുന്ന ഒരു ദൈവം. ആമേൻ സ്തോത്രം. ആമേൻ സ്തോത്രം. സങ്കീർത്തനത്തിൽ നിന്ന് നമ്മൾ ശക്തമായ ആലോചനകൾ കേട്ടു. ആമേൻ സ്തോത്രം. ഇവിടെ നമ്മൾ വായിച്ച വാക്യത്തിലേക്ക് വരുമ്പോൾ അതിന്റെ 28-ാം വാക്യം വായിക്കുന്നു. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർമ്മയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു. സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു. ആമേൻ സ്തോത്രം. അപ്പോൾ ഇവിടെ പറയുന്ന വിഷയം ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവന്റെ നിർണയപ്രകാരം അവന്റെ പദ്ധതി പ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു. ഇവിടെ നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് പറയുമ്പോൾ ഈ സംഭവിക്കുന്ന കാര്യങ്ങളെല്ലാം പ്രത്യക്ഷത്തിൽ ഇത് നന്മയായിട്ട് തോന്നണമെന്നില്ല. എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ലോകം മൊത്തവും അല്ലെ സകല മനുഷ്യന്റെയും കണ്ണിൽ തിന്മ എന്ന് തോന്നുന്നതും അതിനെയും നന്മയ്ക്കാക്കി കൂടി വ്യാപരിപ്പിക്കാം, അല്ലാതെ നന്മയ്ക്കാക്കി തിരിക്കുക. ഒരു തിന്മയെന്ന് തോന്നുന്ന സംഭവം നടന്നാലും
അതിനെ നന്മയിലേക്ക് തിരിക്കുവാൻ ദൈവത്തിന് കഴിയും. ആമേൻ സ്തോത്രം. അതായത് നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. ആമേൻ സ്തോത്രം. നന്മയ്ക്ക് മാത്രമല്ല, ലോകം മൊത്തം ഇതൊരു തിന്മയായിട്ട് തോന്നിയാലും, ലോകക്കാർക്ക് തിന്മയായിട്ട് തോന്നിയാലും, ആമേൻ സ്തോത്രം, അതിനെ നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കാൻ, നന്മയിലേക്ക് തിരിക്കാനും ദൈവത്തിന് കഴിയും. ആമേൻ സ്തോത്രം. അപ്പോൾ ദൈവത്തിന്റെ പദ്ധതി പ്രകാരം, അവന്റെ മുൻനിർണയ പ്രകാരം അവൻ വിളിച്ച് നീതീകരിച്ച് തേജസ്കരിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന ജനത്തിന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളൊന്നും ഇതിന് അനുകൂലമായ കാര്യങ്ങളായിരിക്കണമെന്നില്ല. അനുകൂലമാണെന്ന് നമുക്ക് തോന്നുന്ന കാര്യങ്ങളായിരിക്കണമെന്നില്ല. ആമേൻ സ്തോത്രം. അപ്പോൾ എന്ത് തന്നെ സംഭവിച്ചാലും അതിനെ നന്മയ്ക്കാക്കുവാൻ ദൈവത്തിന് കഴിയും. ആമേൻ സ്തോത്രം. അപ്പോൾ ദൈവത്തിന്റെ തേജസ്കരണം എന്ന വലിയ പദ്ധതിയിലേക്ക് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നു എങ്കിലും നമ്മുടെ വിശ്വാസ യാത്രയിൽ നാം ജീവിക്കുമ്പോൾ, അല്ലെ ആയിരിക്കുമ്പോൾ, ആമേൻ സ്തോത്രം, നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന വിഷയം, ആമേൻ സ്തോത്രം, അത് തിരുവചനത്തിൽ ഓർപ്പിക്കുന്നു, സകലതും എന്നാണ് പറയുന്നത്. ആമേൻ സ്തോത്രം. അപ്പോൾ ഒരു കാര്യത്തെയും ദൈവം ഒഴിവാക്കിയിട്ടില്ല. ആമേൻ സ്തോത്രം. ഏത് കാര്യത്തെയും നന്മയ്ക്കാക്കി തീർക്കുവാൻ ദൈവത്തിന് കഴിയും. ആമേൻ സ്തോത്രം. ഇങ്ങനെയുള്ള ഒരു ദൈവം നമ്മുടെ. അതുകൊണ്ടാണ് നമ്മുടെ ദൈവം യുണീക്ക് എന്ന് പറഞ്ഞാൽ അതുപോലെ മറ്റൊരു ദൈവം. ദേശത്ത് അനേക ദൈവങ്ങളുണ്ടാവും. ആമേൻ സ്തോത്രം. നമുക്കൊരു ദൈവം. ആമേൻ സ്തോത്രം. അനേക ദൈവങ്ങൾ അനേകർക്കുണ്ടാവും, നമുക്കൊരു ദൈവം. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം. അപ്പോൾ ഈ ദൈവത്തെ അറിഞ്ഞ് ദൈവസന്നിധിയിൽ കടന്നു വരുവാൻ, ദൈവത്തിന്റെ മക്കളായി തീരുവാൻ ലഭിച്ചതാണ് നമ്മുടെ ഏറ്റവും വലിയ ഭാഗ്യം. പക്ഷേ ദൈവത്തിന്റെ സന്നിധിയിൽ കടന്നു വന്നവരെ ആ തേജസ്കരണം എന്ന പൂർത്തീകരണത്തിലേക്ക് എത്തിക്കുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്, ദൈവത്തിന് കഴിയും. ആമേൻ സ്തോത്രം. ഈ പാരഗ്രാഫിന്റെ 26-ാം വാക്യം വായിക്കുമ്പോൾ തുടക്കത്തിൽ അതുകൊണ്ടും തന്നെ ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു. വേണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് നാം അറിയുന്നില്ലല്ലോ. ആത്മാവ് തന്നെ ഉച്ചരിച്ചു കൂടാത്ത നരകങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. എന്നാൽ ആത്മാവ് വിശുദ്ധർക്ക് വേണ്ടി ദൈവഹിത പ്രകാരം പക്ഷപാതം ചെയ്യുന്നത് കൊണ്ട് ആത്മാവിന്റെ ചിന്ത ഇന്നതിന്റെ ഹൃദയങ്ങളെ പരിശോധിക്കുന്നവൻ അറിയുന്നു. ആമേൻ സ്തോത്രം. ഇവിടെ പരിശുദ്ധാത്മാവിനെ പറ്റിയാണ് പറയുന്നത് ഈ രണ്ട് വാക്യങ്ങളിൽ. ആമേൻ സ്തോത്രം. ഇപ്പോൾ ഇവിടെ പറയുന്ന 26 മുതലുള്ള വാക്യങ്ങളിൽ പറയുന്നത്, അതുകൊണ്ടും തന്നെ ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു. വേണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്നും നാം അറിയുന്നില്ലല്ലോ. അപ്പം വേണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് നാം അറിയുന്നില്ലല്ലോ. അപ്പോൾ പ്രാർത്ഥിക്കാൻ പോലും അറിഞ്ഞുകൂടാത്ത ഒരു കൂട്ടം, എന്താ ദൈവഹിത പ്രകാരം പ്രാർത്ഥിക്കാൻ പോലും നമുക്കറിയില്ല. പക്ഷേ ദൈവം നമ്മെ വേണ്ടുന്നത് പോലെ പ്രാർത്ഥിക്കാൻ നമുക്കറിയത്തില്ലെങ്കിലും ആത്മാവ് നമുക്ക് തുണ നിൽക്കും. ആമേൻ സ്തോത്രം. ആത്മാവ് നമ്മെ തുണ നിന്ന് ഉച്ചരിച്ചുകൂടാത്ത നരകങ്ങളാൽ നമ്മുടെ ഉള്ളിലിരുന്ന് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യും. ആമേൻ സ്തോത്രം. അപ്പോൾ എങ്ങനെ നമ്മുടെ രക്ഷയുടെ പൂർത്തീകരണത്തിലേക്ക് നാം എത്തുന്നു എന്നുള്ളത് ഒരു ചെറിയ വിഷയമല്ല. മനുഷ്യരാരെങ്കിലും എന്തെങ്കിലും കാണുമ്പോൾ ചിരിക്കുന്നത് കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും സഹായം ചെയ്യുന്നത് പോലെ ഒരു കൊച്ചു കാര്യമല്ല ഈ ദൈവം ചെയ്യുന്നത്. ദൈവം തന്നെ ആത്മാവായി നമ്മുടെ ഉള്ളിലിരുന്ന് വേണ്ടുന്നത് പോലെ പ്രാർത്ഥിച്ച് നമ്മെ ദൈവ പദ്ധതി പ്രകാരം പൂർത്തീകരണത്തിലേക്ക്, തേജസ്കരണത്തിൽ കൊണ്ടെത്തിക്കുന്നു. എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ വലിയ പദ്ധതിയാണ് നാം വഴി പട്ടുപോകരുത്. നമ്മുടെ വിശ്വാസ ജീവിതത്തിന്റെ പദ്ധതിയിൽ നാം പട്ടുപോകരുത്. വിശ്വാസം ഉപേക്ഷിച്ച് നാം പോകരുത് എന്നുള്ളത് ദൈവത്തിന്റെ വലിയ ആഗ്രഹവും പദ്ധതിയുമാണ്. ആമേൻ സ്തോത്രം. പക്ഷെ അനേകം വിട്ടുപോകുന്നു, അനേകം ശുശ്രൂഷകര് തന്നെ ശുശ്രൂഷ വിട്ടു പോകുന്നതൊക്കെ നമുക്ക് കാണാൻ കഴിയും. ആമേൻ സ്തോത്രം. അതിന്റെയൊക്കെ കാരണവും നമ്മൾ വേറെ പഠിക്കണം. ആമേൻ സ്തോത്രം. ഇവിടെ തന്നിൽ ആശ്രയിക്കുന്നവരെ അതിന്റെ പൂർത്തീകരണത്തിൽ കൊണ്ടെത്തിക്കുവാൻ ദൈവത്തിന് പദ്ധതി ഉണ്ട്. ആമേൻ സ്തോത്രം. ദൈവത്തിൽ ആശ്രയിച്ച് നാം മുന്നോട്ട് പോകുന്നുവെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ചെറുതും വലുതുമായ ഏത് വിഷയങ്ങളെയും നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിച്ച്, ആമേൻ സ്തോത്രം, വേണ്ടുന്നത് പോലെ പ്രാർത്ഥിക്കുവാൻ നമുക്ക് അറിയത്തില്ലെങ്കിലും ആത്മാവ് തന്നെ നമുക്ക് തുണ നിന്ന്, ആമേൻ സ്തോത്രം, നമ്മുടെ ഉള്ളിലിരുന്ന്, ആമേൻ സ്തോത്രം, ഉച്ചരിച്ചുകൂടാത്ത നരകങ്ങളാൽ പക്ഷപാതം ചെയ്ത്, ആമേൻ സ്തോത്രം,
ദൈവത്തിന്റെ പ്രസാദമുള്ള ഒരാൾക്കാരായി ദൈവത്തിന്റെ മക്കളെ മാറ്റിയെടുക്കുന്നു. അങ്ങനെ നമ്മുടെ വിശ്വാസത്തിന്റെ പൂർത്തീകരണത്തിലേക്ക് നമ്മളെ എത്തിക്കുന്നു. ഇവിടെ ദൈവ വചനത്തിൽ നിന്ന് നമ്മൾ പ്രത്യേകിച്ച് ഒരു വാക്കാണ് ചോദിക്കുന്നത്. ആമേൻ സ്തോത്രം. ജീവിതത്തിൽ സംഭവിക്കുന്ന സകല കാര്യങ്ങളെയും നന്മയ്ക്കാക്കി കൂടി വ്യാപരിക്കും. ആമേൻ സ്തോത്രം. അപ്പോൾ ആ സകലവും എന്നുള്ളതിനകത്ത് എല്ലാം വരും. അതിൽ തന്നെ അനേക വിഷയങ്ങളുണ്ട്. ഈ സകലം നമുക്ക് സംഭവിക്കുന്ന വിഷയങ്ങൾ പല കാര്യങ്ങളും. ആമേൻ സ്തോത്രം. എന്തെല്ലാം അനേക വിഷയങ്ങളുണ്ട്. അതില് പല കാര്യങ്ങളുള്ളതിൽ ഒരു വിഷയമാണ് ആമേൻ സ്തോത്രം ഇന്ന് നമ്മളൊന്ന് അല്പം ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത്. അത് നമ്മൾക്ക് ലഭിക്കേണ്ട അനുഗ്രഹങ്ങൾ, അത് ആത്മീയമാകാം ഭൗതികമാകാം എന്തുമാവാം, നമുക്ക് ലഭിക്കേണ്ടത് ആമേൻ സ്തോത്രം അതിനെ തടഞ്ഞ് ലേറ്റാക്കി കളയുന്ന ഒരു ദുഷ്ടതയാണ്. ആമേൻ സ്തോത്രം. നമ്മൾ ചിന്തിച്ചു നോക്കുമ്പോൾ നമ്മൾ ദൈവത്തിൽ ആശ്രയം വെച്ച് ദൈവസഭയിൽ പ്രവേശിക്കുന്നു. ദേവദാസന്മാരുടെ പ്രബോധനം പ്രസംഗമൊക്കെ കേട്ട് നമുക്ക് ഇന്ന വാഗ്ദത്വങ്ങളുണ്ട്, നമുക്ക് പുസ്തകത്തിൽ ഇന്നതൊക്കെ എഴുതി നമുക്ക് വാഗ്ദത്തം ചെയ്തിരിക്കും, സകല മനുഷ്യർക്കുമുള്ള വാഗ്ദത്വങ്ങളുണ്ട് ഒക്കെ കേട്ടിട്ടും നമുക്ക് ജീവിതത്തിന്റെ ഒരു കാലഘട്ടങ്ങളിൽ ഇതൊന്നും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ ഇതൊന്നും വെളിപ്പെട്ട് കാണുന്നില്ല എന്നോർത്ത് നമ്മളിൽ പലരും നിരാശപ്പെടാറുണ്ട്. ആമേൻ സ്തോത്രം. ആമേൻ സ്തോത്രം. ഇത്രത്തോളം വാഗ്ദത്തങ്ങൾ തിരുവചനത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. എന്നാൽ എന്റെ ജീവിതത്തിലോ എന്റെ കുടുംബത്തോ ആമേൻ സ്തോത്രം എന്റെ ദൃഷ്ടിയിൽ ഇതൊന്നും കാണുന്നില്ല. ആമേൻ സ്തോത്രം. അപ്പോൾ നമുക്ക് ലഭിക്കേണ്ട നന്മകളെ പലരും പല രീതിയിൽ തടയപ്പെടും. പലരും മനുഷ്യനായാലും പിശാചിനായാലും ഒക്കെ ഒരു സമയത്ത് തടയപ്പെടും. തടയപ്പെട്ടാലും ആമേൻ സ്തോത്രം തക്ക സമയത്ത് അതിനെയും നന്മയ്ക്കാക്കി തീർക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ആമേൻ സ്തോത്രം. അപ്പോൾ ദൈവത്തിന്റെ നന്മകൾ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കടന്നു വന്ന ഉടനെ ആമേൻ സ്തോത്രം ദൈവ ഭൗതിക നന്മകള് വന്ന ഉടനെ ഇത്ര തരാമോ അങ്ങനെയൊന്നുമില്ല. ആമേൻ സ്തോത്രം. ദൈവത്തിന് അങ്ങനെ ദൈവം ഭൗതിക നന്മകളൊക്കെ കൊടുക്കുന്നത് ആമേൻ സ്തോത്രം ദൈവത്തിന് ഓരോരുത്തരെയും പറ്റിയുള്ള പദ്ധതികളുണ്ട്. ഓരോരുത്തര് നാളെ എന്തായിരിക്കണം, എങ്ങനെയാവണം, അതിനാവശ്യമായതൊക്കെയാണ് കൊടുക്കുന്നത്. ആമേൻ സ്തോത്രം. അപ്പോൾ അതിൽ തന്നെ നമ്മൾക്ക് ജീവിതത്തിന്റെ ഒരു കാലഘട്ടങ്ങളിൽ നമുക്ക് പല ബുദ്ധിമുട്ടുകളും ഞെരുക്കങ്ങളും ഒക്കെ ഉണ്ടാവും. കാര്യം അതിനെ ദൈവം നന്മയ്ക്കാക്കി കൂടി വ്യാപരിപ്പിക്കുന്നത് അതുമൂലമാണ് നമ്മുടെ വിശുദ്ധീകരണം ശരിയായി വരുന്നത്. കാര്യം ഈ നന്മയൊക്കെ നമ്മളിൽ ഉണ്ട് എങ്കിൽ നമ്മൾ ദൈവത്തോട് കൂടുതൽ അടുക്കാതെ അകന്നു പോകാനുള്ള സാധ്യത ഉണ്ടെന്ന് നമ്മളെക്കാൾ കൂടുതൽ കർത്താവിനാണിത്. ആമേൻ സ്തോത്രം. നമുക്ക് ആമേൻ സ്തോത്രം നാം വഴിതെറ്റി പോകാതിരിക്കാനാണ് ദൈവം പലതും നമുക്ക് തരാത്തത്. നാം തകർന്നു പോകാതിരിക്കാനാണ് ആമേൻ സ്തോത്രം പലതും നമുക്ക് ലഭിക്കാതെ. എന്നാൽ ഒരു ശൈശവാവസ്ഥ മാറി ഒരു മെച്യൂരിറ്റിയിലേക്ക് പ്രവേശിക്കുമ്പോൾ ആമേൻ സ്തോത്രം നമ്മളൊരു പക്വതയുള്ളവരായി മാറുമ്പോൾ ദൈവം പലതും വിശ്വസ്തയോടെ നമ്മളെ ഏൽപ്പിക്കും. ആമേൻ സ്തോത്രം. അപ്പോൾ ജീവിതത്തിന്റെ ഒരു പ്രതിസന്ധി കാലഘട്ടങ്ങളുണ്ട്. ആമേൻ സ്തോത്രം. തിരുവചനത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെ കാലതാമസം പലർക്കും പല ജീവിതത്തിലും സംഭവിച്ചിട്ടുണ്ട്. ആമേൻ സ്തോത്രം. യാക്കോബ് തന്റെ ഭാര്യമാരെ അടുത്ത് വിളിച്ച് പറയുന്നു, നിങ്ങളുടെ അപ്പൻ എന്റെ പ്രതിഫലം 10 ഉണ്ട്. ആമേൻ സ്തോത്രം. അപ്പോൾ യാക്കോബിന് ലഭിക്കേണ്ട പ്രതിഫലമുണ്ട്. യാക്കോബ് അമ്മായപ്പന്റെ ആടുകളെ മേയ്ക്കുക. ആമേൻ സ്തോത്രം. അതിന് ലഭിക്കേണ്ട പ്രതിഫലം ആമേൻ സ്തോത്രം അവൻ 10 വട്ടം മാറ്റി. എന്ന് പറഞ്ഞാൽ 10 ദിവസം ഈ ദിവസം പറഞ്ഞ് സമയം പറഞ്ഞ് ഇന്ന ദിവസം തരാം, അല്ലെ ഇന്ന 1-ാം തീയതി തരാമെന്ന് പറഞ്ഞു വെച്ച് ആമേൻ സ്തോത്രം സമയമാകുമ്പോൾ കാണും. ഒരു പക്ഷേ ഇവൻ കൊടുത്താൽ ഇവൻ ആമേൻ സ്തോത്രം ലാബാന്റെ മക്കളായ അവന്റെ ഭാര്യമാരെയും കൂട്ടി മക്കളെയും കൂട്ടി അവൻ പിതൃദേശത്തേക്ക് പോകും. അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ. അല്ലെങ്കിൽ ആമേൻ സ്തോത്രം ദൈവം തെരഞ്ഞെടുത്ത ദൈവത്തിന്റെ അനുഗ്രഹിക്കപ്പെട്ടവന്റെ ആമേൻ സ്തോത്രം അവന്റെ നന്മകളെ തടസ്സം ചെയ്യുന്ന ഒരു ആമേൻ സ്തോത്രം ഒരു ശക്തിയും. ആമേൻ സ്തോത്രം. ഇതിനെ ആമേൻ സ്തോത്രം യാക്കോബിന്റെ ജീവിതത്തിൽ ഈ 10 വട്ടം ആയപ്പോഴത്തേക്കിനൊക്കെ യാക്കോബ് അങ്ങ് സഹിച്ച് അവൻ ക്ഷമ കെട്ടു. ആമേൻ സ്തോത്രം. ആമേൻ സ്തോത്രം. അവന്റെ പ്രതിഫലം അവന് ലഭിക്കുന്നില്ല. ആമേൻ സ്തോത്രം. അവൻ ആദ്യത്തെ 7 കൊല്ലം ലാബാനെ സേവിച്ചു. ലാബാന്റെ ഒരു മകളെ വിവാഹം കഴിച്ചു. പിന്നീട് 7 വർഷം ലാബാന്റെ ആടുമാടുകൾക്ക് വേണ്ടി ലാബാനെ സേവിച്ചു. ആമേൻ സ്തോത്രം. രണ്ടാമത്തെ മകളെ വിവാഹം കഴിച്ചു. പിന്നീടും 6 വർഷം അവൻ ലാബാനെ വീണ്ടും സേവിക്കുക. ആമേൻ സ്തോത്രം. അതിന്റെ പ്രതിഫലമാണ് ഈ 10 വട്ടം മാറ്റിയത്. ആമേൻ സ്തോത്രം. അങ്ങനെ ആ കാലഘട്ടം തികഞ്ഞപ്പോൾ, അല്ലെങ്കിൽ യാക്കോബിലെ ആത്മീയൻ വെളിപ്പെട്ടപ്പോൾ, യാക്കോബ് ആമേൻ സ്തോത്രം ആത്മീയത്തിൽ മെച്യൂർ ആയപ്പോൾ
ദൈവം അവിടെ ഇടപെടും. അപ്പൊ 6 കൊല്ലത്തിനിടയ്ക്ക് പ്രതിഫലം 10 വട്ടം മാറ്റിയെങ്കിലും 11ാമത് മാറ്റാൻ ദൈവം സമ്മതിച്ചില്ല. 10 വട്ടം പ്രതിഫലം മാറ്റി ലാബാൻ പ്രതിഫലം മാറ്റുന്നു, ദൈവം എല്ലാം കാണുന്നു. ആമേൻ സ്തോത്രം. പക്ഷെ 11ലോ 12ലോ പോകാൻ ദൈവം സമ്മതിച്ചില്ല. ആമേൻ സ്തോത്രം. അപ്പൊ സകല പ്രതിസന്ധിക്കും സകല വിഷയങ്ങൾക്കും ദൈവം ഒരു അതിര് വെച്ചിട്ടുണ്ട്. ആമേൻ സ്തോത്രം. ഇത് ഇവിടെ വരെ വരാവൂ. എന്നും നമ്മളെ ഞെരുക്കിക്കൊണ്ടിരിക്കാൻ ദൈവം അനുവദിക്കത്തില്ല. ആമേൻ സ്തോത്രം. ഇതിനെല്ലാം ഒരു ടൈം വെച്ചിട്ടുണ്ട്, ഒരു കാലം വെച്ചിട്ടുണ്ട്. ആ കാലഘട്ടം നമ്മൾ കവർ ചെയ്യുമെങ്കിൽ ആമേൻ സ്തോത്രം ശത്രു തടഞ്ഞു വെച്ച നന്മകൾ നമ്മളിലേക്ക്. ആമേൻ സ്തോത്രം. അതുകൊണ്ട് ജീവിതത്തിൽ ഇന്ന് ആമേൻ സ്തോത്രം സ്പെഷ്യലായി പ്രത്യേകമായി ഓർപ്പിക്കുന്നത്, എനിക്ക് ലഭിക്കേണ്ട നന്മ ലഭിക്കേണ്ട സമയം ധാരാളം അധികരിച്ചു. ആമേൻ സ്തോത്രം. എനിക്ക് കഴിഞ്ഞ കൊല്ലേ ലഭിക്കേണ്ടതായിരുന്നു, 4 കൊല്ലം മുമ്പേ ലഭിക്കേണ്ടതായിരുന്നു. ആമേൻ സ്തോത്രം. അല്ലെ 3 കൊല്ലം മുമ്പേ ലഭിക്കേണ്ടതായിരുന്നു. ഇത്ര വളരെ ലേറ്റായി, നീണ്ടുപോയി എന്ന് നാം ചിന്തിക്കുന്നു എങ്കിൽ നമ്മളുടെ ചിന്തയല്ല ദൈവത്തിന്റെ ചിന്ത. നമുക്കാണ് ചിന്ത നീണ്ടുപോയത്. ദൈവം തക്ക സമയത്ത് പ്രവർത്തിക്കും. നമ്മളുടെ കലണ്ടറിലാണ് 1 കൊല്ലവും 2 കൊല്ലവും 3 കൊല്ലവും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പോയേക്കുന്നത്. അപ്പൊ ദൈവത്തിന്റെ കലണ്ടറിൽ ദൈവത്തിന്റെ ടൈം ആവുമ്പോൾ ആമേൻ സ്തോത്രം. ആമേൻ സ്തോത്രം. തിരുവചനത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ യാക്കോബിന്റെ പ്രതിഫലത്തെ തടഞ്ഞു എങ്കിൽ ആമേൻ സ്തോത്രം ദൈവം തന്നെ സ്വപ്നത്തിൽ യാക്കോബിന് ഇടപെട്ടു. ആമേൻ സ്തോത്രം. സ്വപ്നത്തിൽ ദൈവം യാക്കോബിന് ഇടപെട്ടിട്ട് പറഞ്ഞ് ആമേൻ സ്തോത്രം ആ ലാബാന്റെ ആടുകൾ യാക്കോബിന്റെ ആടുകളായി മാറുന്ന വിദ്യ അവന് പറഞ്ഞു. ആമേൻ സ്തോത്രം. പ്രതിഫലം യാക്കോബിന്റെ പ്രതിഫലം ലാബാൻ കൊടുത്തില്ല എങ്കിൽ ദൈവം നേരിട്ടിറങ്ങി ന്യായം വിധിക്കുമ്പോൾ ദൈവത്തിന്റെ ന്യായവിധിയെ പറ്റി നമ്മൾ സങ്കീർത്തനത്തിൽ നിന്നും കേട്ടു. നോഹയുടെ കാലത്ത് ന്യായവിധി പോലെ ഉള്ള സംഭവങ്ങൾ നടന്നു. ആമേൻ സ്തോത്രം. ദൈവം ലാബാന്റെയും യാക്കോബിന്റെയും ഇടയിലിറങ്ങി ആമേൻ സ്തോത്രം. ആമേൻ സ്തോത്രം. ആടുകൾ വെള്ളം കുടിക്കാൻ വരുമ്പോൾ വെള്ളം ഒഴുകുന്ന പാത്തികളിൽ ആമേൻ സ്തോത്രം മരക്കൊമ്പിന്റെ തൊലിയിരിച്ച് അങ്ങോട്ട് വെക്കണം. ആമേൻ സ്തോത്രം. ഈ വിദ്യ യാക്കോബിന് പറഞ്ഞു കൊടുത്തത് ദൈവം തന്നെ സ്വപ്നത്തിൽ പറഞ്ഞു. ആമേൻ സ്തോത്രം. അങ്ങനെ വെച്ചു കൊടുത്തപ്പോൾ ജനിക്കുന്ന കുട്ടികളൊക്കെ ആമേൻ സ്തോത്രം പുള്ളിയും മറുകും ഉള്ളതായി. ആമേൻ സ്തോത്രം. ആദ്യം ഉടമ്പടി വെച്ചു. ആമേൻ സ്തോത്രം. അപ്പൊ പുള്ളിയും മറുകും ഉള്ളത് തീരെ കുറവാണ്. ആമേൻ സ്തോത്രം. അപ്പോൾ അത് യാക്കോബിന് ഇരിക്കട്ടെ എന്ന് ഉടമ്പടി വെച്ചപ്പോൾ ആമേൻ സ്തോത്രം ജനിക്കുന്ന കുട്ടികളിൽ അധികവും ആമേൻ സ്തോത്രം പുള്ളിയും മറുകും ഉള്ളതായി ജനിച്ചു. ആമേൻ സ്തോത്രം. ഉടമ്പടി പ്രകാരം ആമേൻ സ്തോത്രം ഇതെല്ലാം യാക്കോബിന്റേതായി മാറി. ആമേൻ സ്തോത്രം. ആമേൻ സ്തോത്രം. നമ്മള് ഈ ദേശത്ത് കഷ്ടതയും ഞെരുക്കവും ബുദ്ധിമുട്ടും അനുഭവിക്കുന്നു എങ്കിൽ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ സമയവും നാം അങ്ങനെ ആയിരിക്കണമെന്നില്ല. ആമേൻ സ്തോത്രം. ഇതെല്ലാം കാണുന്ന ഒരു കർത്താവുണ്ട്. തക്ക സമയത്ത് ദൈവം ഇറങ്ങും, ദൈവത്തിന്റെ പ്രവൃത്തികൾ. സ്തോത്രം. ആമേൻ സ്തോത്രം. അങ്ങനെ യാക്കോബിന് വേണ്ടി ദൈവം തന്റെ പ്രവൃത്തി പഴയ നിയമത്തിൽ. ആമേൻ സ്തോത്രം. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നമുക്കറിയാം ബെഥസ്ദ കുളക്കടയിൽ ഒരുവൻ കിടക്കുന്നു. ആമേൻ സ്തോത്രം 38 വർഷമായിട്ട് കടക്കുക. ആമേൻ സ്തോത്രം. അനേകർ സൗഖ്യം പ്രാപിച്ചു പോകുന്നത് അവൻ കണ്ടു. ആമേൻ സ്തോത്രം. അവന്റെ ജീവിതത്തിൽ മാത്രം ഇതൊന്നുമില്ല. ആമേൻ സ്തോത്രം. അതത് സമയത്ത് ദൂതൻ ഇറങ്ങുന്നു, കുളം കലക്കുന്നു. ആമേൻ സ്തോത്രം. ആദ്യം ചാടുന്നവന് സൗഖ്യം വരുന്നു. ആമേൻ സ്തോത്രം. ഇവന് ആദ്യം ചാടാൻ പറ്റുന്നില്ല. ഇവൻ ചാടാനായി ചെല്ലുകയും ചാടുകയും ചെയ്യുമ്പോഴത്തേനെ ഇവനേക്കാൾ മുന്നേ മറ്റൊരാളെത്തുന്നു. അതായത് ഇവനേക്കാൾ ആരോഗ്യമുള്ളവർ ഇവന്റെ അത്രയും സീരിയസ് അല്ലാത്തവർ പെട്ടെന്ന് ചാടി സൗഖ്യമാകും. യവനാണ് ഏറ്റവും സീരിയസ്. ആമേൻ സ്തോത്രം. അതുകൊണ്ട് കുളം കലങ്ങി എന്ന വാർത്ത അറിഞ്ഞിട്ട് ഇവന് തന്നെ ചെന്ന് കുളത്തിൽ ചാടി സൗഖ്യം പ്രാപിക്കാൻ പറ്റുന്നില്ല. കാര്യം ദൂതൻ ഇറങ്ങാത്തോണ്ടല്ല, കുളം കലങ്ങാത്തോണ്ടല്ല, അവിടെ സൗഖ്യം നടക്കാത്തോണ്ടുമല്ല. ആമേൻ സ്തോത്രം. പക്ഷേ ഇതെല്ലാം അവിടെ സംഭവിക്കുന്നുണ്ട്. പക്ഷെ അവന്റെ ജീവിതത്തിൽ മാത്രം ഇത് വെളിപ്പെടുന്നില്ല. ആമേൻ സ്തോത്രം. പക്ഷെ അവനൊരു സൊല്യൂഷൻ കണ്ടുപിടിച്ച് എന്തുവാ? ആമേൻ സ്തോത്രം. എന്നെ ആരെങ്കിലും ഒന്ന് സഹായിച്ചിരുന്നെങ്കിൽ, ഒരു മനുഷ്യൻ എന്നെ ഒന്ന് സഹായിച്ചിരുന്നെങ്കിൽ എനിക്ക് 1ാമത് ചാടാമായിരുന്നു. അങ്ങനെ ചാടിയെങ്കിൽ എനിക്ക് സൗഖ്യം കിട്ടിയത്. പക്ഷെ എന്നെ സഹായിക്കാനുമായിരുന്നു. ആമേൻ സ്തോത്രം. ഉള്ളവരെല്ലാം രോഗികളാ, അവനവന്റെ കാര്യം നോക്കുന്നവർ. ആമേൻ സ്തോത്രം. അവനവൻ ചാടി സൗഖ്യം പ്രാപിക്കുന്നു. ആമേൻ സ്തോത്രം. ഇവന്റെ കാര്യത്തിലേക്ക് ആരും ശ്രദ്ധയില്ല. ആമേൻ സ്തോത്രം. ആമേൻ സ്തോത്രം. അങ്ങനെ 38 വർഷം കടന്നു. നമ്മളൊക്കെ ആണെങ്കിൽ എത്ര കഷ്ടപ്പെട്ടു.
38 വർഷം ഇങ്ങനെ കടക്കുക പറഞ്ഞാൽ ആമേൻ സ്തോത്രം. അപ്പോൾ സകല മനുഷ്യരാരും ഉപേക്ഷിക്കപ്പെട്ടു, ആരും അവനെ ഒന്ന് സഹായിക്കാനില്ല. ആമേൻ സ്തോത്രം. അപ്പോൾ അവന് വേണ്ടി കർത്താവ് തന്നെ നേരിട്ടു. ആമേൻ സ്തോത്രം. ആമേൻ സ്തോത്രം. ഇനി ദൂതൻ വരുന്നത് നോക്കണ്ട, കുളം കലങ്ങുന്നത് നോക്കണ്ട. ആമേൻ സ്തോത്രം. ദൂതനെ അയക്കുന്ന കർത്താവ് തന്നെ അവനോട് അവനെ കൊണ്ടുപോകും. ആമേൻ സ്തോത്രം. ആമേൻ സ്തോത്രം. ഇതേവരെ എല്ലാവരും സൗഖ്യം പ്രാപിച്ചത് കുളത്തിൽ ചാടി സൗഖ്യം പ്രാപിച്ചു. ആമേൻ സ്തോത്രം. എന്നാൽ എവന് കുളത്തിൽ ചാടണ്ട. ആമേൻ സ്തോത്രം. ആമേൻ സ്തോത്രം. ഇതിന്റെ സകലത്തിന്റെയും ഉടയവനായ കർത്താവ് തന്നെ അവന്റെ മുമ്പിൽ വരും. ആമേൻ സ്തോത്രം. അവനോട് പറഞ്ഞു, ആമേൻ സ്തോത്രം, നീ കിടക്കേട്ടോ. ആമേൻ സ്തോത്രം. എല്ലാവരും ചാടിയെങ്കിൽ നീ ചാടണ്ട. ആമേൻ സ്തോത്രം. നിന്നെ സഹായിക്കാൻ ആരുമില്ലല്ലോ. ഒറ്റപ്പെട്ടെങ്കിൽ ആമേൻ സ്തോത്രം, ആരും സഹായമില്ല, ഒറ്റപ്പെട്ടു പോയി എങ്കിൽ, നിന്റെ വിടുതലിന്റെ സമയം താമസിക്കുന്നു എന്ന് ചിന്തിക്കുന്നു എങ്കിൽ, ആമേൻ സ്തോത്രം, തക്ക സമയത്ത് ഇറങ്ങുന്ന ആമേൻ സ്തോത്രം. മനുഷ്യരെല്ലാം ഇന്ന സമയത്ത് ഇന്നടുത്ത് വരാമെന്ന് പറഞ്ഞാലോ, ആമേൻ സ്തോത്രം, ഇന്ന സ്ഥലത്ത് ഞാൻ എത്തിയേക്കാമെന്ന് പറഞ്ഞാലോ ഒക്കെ സമയം പാലിക്കുന്നവരല്ല. ആമേൻ, സമയം പാലിക്കുന്നവരല്ല. വഴിയിൽ ചില തടസ്സങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ആമേൻ സ്തോത്രം. സമയം പാലിക്കണമെന്ന് ആഗ്രഹിച്ച, എന്നാൽ തക്ക സമയത്ത് വെളിപ്പെടുന്ന ദൈവം. ആമേൻ സ്തോത്രം. അവൻ മുന്നെയോ പിന്നെയോ അല്ല വരുന്നത്, കറക്റ്റ് സമയത്ത് വെളിപ്പെടും. ആമേൻ സ്തോത്രം. ആവശ്യക്കാരന്റെ അടുത്ത് ഏറ്റവും അടുത്ത സമയത്ത് ദൈവത്തിന്റെ പദ്ധതി പ്രകാരമുള്ള സമയത്ത് വെളിപ്പെടുകയും, ആമേൻ സ്തോത്രം, അവന് ആമേൻ സ്തോത്രം ദൈവഹിത പ്രകാരമുള്ള ആമേൻ സ്തോത്രം സൗഖ്യങ്ങളെ നൽകി കൊടുക്കുന്നവൻ, ആരോഗ്യമില്ലാത്തവനെ ആരോഗ്യവാനാക്കുന്നവൻ, രോഗമുള്ളവന് സൗഖ്യം കൊടുക്കുന്നവൻ. ആമേൻ സ്തോത്രം. ആമേൻ സ്തോത്രം. പ്രതിഫലം നിഷേധിക്കപ്പെട്ട് ആമേൻ സ്തോത്രം അടിമത്വത്തിൽ കഴിയുന്നവനെ അവന്റെ പ്രതിഫലങ്ങളെ കൊടുത്ത് അവിടുന്ന് സ്വാതന്ത്ര്യത്തിലേക്ക് നടത്തുന്നവൻ. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം. അതുകൊണ്ട് ഏത് വിഷയവും താമസിച്ചു പോയി എന്ന് നാം വിചാരിക്കേണ്ട കാര്യമില്ല. ആമേൻ സ്തോത്രം. ഞാൻ ഒറ്റയ്ക്ക് വിശ്വാസത്തിൽ വന്നതാ. ആമേൻ സ്തോത്രം. എൻ്റെ കുടുംബാംഗങ്ങൾ രക്ഷിക്കപ്പെട്ടല്ലായിരുന്നു. എനിക്ക് വളരെ ഭാരം ഉണ്ടായിരുന്നു, വളരെ വിഷമം ഉണ്ടായിരുന്നു. ആദ്യകാലത്തൊന്നും കുഴപ്പമില്ല, പതുക്കെ ആയിക്കോളുമെന്ന് ഞാനും കരുതി. ആമേൻ സ്തോത്രം. വർഷങ്ങൾ നീണ്ടു പോകുമ്പോൾ എനിക്കും വല്ലാത്ത നിരാശയൊക്കെ സംഭവിക്കാൻ തുടങ്ങി. ആമേൻ സ്തോത്രം. അങ്ങനെ ഇരിക്കുകയാണ് മെയ് മാസത്തിൽ എൻ്റെ അമ്മ മരിച്ചുപോയി. ആമേൻ സ്തോത്രം. അമ്മ മരിച്ചുപോയി. പെട്ടെന്ന് മരിച്ചുപോയി. ആമേൻ സ്തോത്രം. വളരെ ഇതായിപ്പോയി. പിന്നീടാണ് അറിയുന്നത്, ആമേൻ സ്തോത്രം, അമ്മ മെയ് 5 മരിച്ചു എങ്കിലും ഏപ്രിൽ 1, 2, 3 അടുത്ത് ആ പ്രദേശത്ത് ഒരു വീട്ടിലൊരു പ്രാർത്ഥന ഉണ്ടായിരുന്നു. അതിൽ പോയി പങ്കെടുക്കുകയും, ആമേൻ സ്തോത്രം, അതിൽ പോയി പങ്കെടുക്കുകയും ഇതെല്ലാം സത്യവിശ്വാസമൊക്കെ ശരിയാണെന്നൊരു ബോധ്യവും ചിന്തയും ഒക്കെ വരികയും, ആമേൻ സ്തോത്രം, അദ്ദേഹത്തിലേക്ക് പറഞ്ഞോന്നൊന്നും എനിക്ക് അറിയത്തില്ല വ്യക്തമായിട്ട്, എന്നാലും സ്നാനപ്പെട്ടൊന്നുമില്ല. ആമേൻ സ്തോത്രം. എന്നാലും ഈ സത്യവിശ്വാസത്തിൽ ശരിയാണെന്നുള്ള ബോധ്യമൊക്കെ വരികയൊക്കെ കാരണമായി. ആമേൻ സ്തോത്രം. ഇത് എനിക്കും ആദ്യം അറിയത്തില്ലായിരുന്നു. വേറെ ആരോടൊക്കെ അല്പം സ്വല്പം കാര്യങ്ങൾ പറഞ്ഞാണ് ഇങ്ങനെ പ്രാർത്ഥനയ്ക്ക് പോകുമെന്ന് അറിയായിരുന്നു. പക്ഷേ അവിടെ ഒരു ദൈവ പദ്ധതിയിലേക്ക് അടുത്തൊന്നും എനിക്ക് വ്യക്തമല്ലായിരുന്നു. എന്നാൽ പിന്നീട് എനിക്ക് മനസ്സിലാക്കാൻ കഴിയും. കാര്യം ദൈവത്തിന്റെ ഒരു വാഗ്ദത്തം ഉണ്ടായിരുന്നു, ഒരു ഗുണവും പോലും ചെയ്യും. ആമേൻ സ്തോത്രം. അപ്പോൾ നമ്മളൊക്കെ ഇതൊന്നും മറന്നുപോയാലും, നമ്മളിത് അറിഞ്ഞില്ലേലും, ആമേൻ സ്തോത്രം, നമ്മുടെ വിഷയങ്ങൾക്ക് വേണ്ടി നമ്മളൊന്നും അറിഞ്ഞില്ല. ആമേൻ സ്തോത്രം. ദേശത്തെ ആൾക്കാരും അറിഞ്ഞില്ല. ആമേൻ സ്തോത്രം. ആമേൻ സ്തോത്രം. ദേശത്തെ ആൾക്കാരും അറിഞ്ഞില്ല, ആരും അറിഞ്ഞില്ല. ആമേൻ സ്തോത്രം. ആമേൻ സന്താപള്ളിയിൽ തന്നെ അടക്കപ്പെട്ടു. ആമേൻ സ്തോത്രം. എന്നാലും ദൈവത്തോട് മുൻകാലത്തേക്കാൾ ആദ്യമൊക്കെ വിശ്വാസത്തിന് ഒത്തിരി എതിരായിരുന്നു. ആമേൻ സ്തോത്രം. എന്നാൽ അതിനുശേഷം അവസാന സമയത്ത് ഇത് ശരിയാണെന്നൊരു ബോധ്യം അവർക്ക് ലഭിക്കാൻ ഇടയുണ്ടായി. ആമേൻ സ്തോത്രം. അതുപോലെ ദൈവത്തിന്റെ പ്രവൃത്തി നമ്മൾ പ്രാർത്ഥിച്ച് ക്ഷീണിച്ച് മടുത്ത് പ്രാർത്ഥനാ വിഷയം ഉപേക്ഷിച്ചാൽ മറക്കാത്തത് ദൈവം. ആമേൻ സ്തോത്രം. ഓർത്തു വെച്ച് നമുക്ക് വേണ്ടി ആമേൻ സ്തോത്രം. അപ്പോൾ ഈ ആമേൻ സ്തോത്രം യാക്കോബിനെ സഹായിച്ച ദൈവം. ആമേൻ സ്തോത്രം. ബെഥസ്ദ കുളക്കടയിൽ 38 വർഷമായിട്ടും ആമേൻ സ്തോത്രം അവനെ മറന്നു കളയാത്ത ഒരു ദൈവം. ആമേൻ സ്തോത്രം. ആമേൻ സ്തോത്രം. ഏത് പഴകിയ കേസ് കൈകാര്യം ചെയ്യുന്നത്. ആമേൻ സ്തോത്രം. എത്ര മനുഷ്യര് പഴകിയെന്ന് പറഞ്ഞാലും ആമേൻ സ്തോത്രം ദൈവത്തിന് ഇതൊന്നും പഴകിയിട്ടില്ല. ഈ വിഷയങ്ങളിലെല്ലാം ദൈവത്തിന്റെ കാര്യമാണ്. ആമേൻ സ്തോത്രം. നമ്മുടെ യോഗശേഷത്തിലേക്ക് വരുമ്പോൾ ആമേൻ സ്തോത്രം യേശു സ്നേഹിച്ച കുടുംബമായ ബഥാനിയയിലെ ആമേൻ സ്തോത്രം മാർത്തയുടെയും മറിയയുടെയും ലാസറിന്റെയും ഭവനത്തിൽ ആമേൻ സ്തോത്രം അവരുടെ സഹോദരനായ ലാസർ മരിക്കുന്നു. ആമേൻ സ്തോത്രം മരിച്ചു. ആമേൻ സ്തോത്രം. ആമേൻ സ്തോത്രം രോഗിയായിരുന്നപ്പോഴേ കർത്താവിനെ വേദനിച്ചതാ. കർത്താവ് വന്നില്ല.
ആമേൻ സ്തോത്രം. അവൻ മരിച്ചു, അടക്കപ്പെട്ടു. ആമേൻ സ്തോത്രം. 4 ദിവസമായി നാറ്റം വെച്ചു. ഇനി ഒരു മനുഷ്യർക്കോ ഒരു ആമേൻ സ്തോത്രം ഒരു ഡോക്ടർക്കോ ഒരു വൈദ്യനോ യാതൊന്നും ചെയ്യാൻ വയ്യാത്ത ഒരു സാഹചര്യമായപ്പോൾ ആമേൻ സ്തോത്രം കർത്താവിന്റെ പ്രത്യക്ഷത അവിടെയും വെളിപ്പെട്ടപ്പോൾ ആമേൻ സ്തോത്രം ആ കുടുംബത്തിന് എന്നെന്നും ഓർക്കത്തക്ക നിലവാരത്തിലേക്ക് ആമേൻ സ്തോത്രം ആ വിഷയത്തെ തിരിക്കുവാൻ ആമേൻ സ്തോത്രം. ആമേൻ സ്തോത്രം. ഏത് വിഷയത്തിലും ആമേൻ സ്തോത്രം എവിടെയും ആമേൻ സ്തോത്രം ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയും. മനുഷ്യന് പ്രവർത്തിക്കുന്നതിനൊക്കെ പരിമിതി ഉണ്ടെങ്കിൽ കല്ലറക്ക് ഉള്ളിലായാൽ പോലും ആമേൻ സ്തോത്രം 4 ദിവസം ആയാലും അഴുകിപ്പോയാൽ പോലും അവിടുന്ന് തിരിച്ചു വരുത്താൻ കഴിയുന്ന ഒരു ദൈവം ആമേൻ സ്തോത്രം. അപ്പോൾ നമ്മുടെ ദൈവത്തിന്റെ കഴിവുകൾ ആമേൻ സ്തോത്രം അവന്റെ അവൻ പ്രവൃത്തി ഒന്നും ആർക്കും അളക്കാനും മുറിക്കാനും ഒന്നും കഴിയത്തില്ല. ആമേൻ സ്തോത്രം. ഒരു മനുഷ്യന്റെയും ചിന്തയിലല്ല ദൈവത്തിന്റെ കാര്യങ്ങൾ നടക്കുന്നത്. ദൈവം ഒരിടത്ത് വെളിപ്പെട്ടോ, ദൈവ സാന്നിധ്യം ഒരിടത്ത് വെളിപ്പെട്ടോ അവിടെ ദൈവം അത്ഭുതം ദൈവം വന്നിട്ട് ഒന്നും ചെയ്യാതെ പോകത്തില്ല. ദൈവം വന്നു എങ്കിൽ ദൈവപ്രവൃത്തി വെളിപ്പെട്ടു. നമ്മുടെ സഭയിൽ ദൈവം വന്നിട്ടുണ്ട് എങ്കിൽ ദൈവ സാന്നിധ്യം വെളിപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെട്ടു. നമ്മുടെ ഭവനത്തിൽ ദൈവ സാന്നിധ്യം വെളിപ്പെട്ടോ ദൈവപ്രവൃത്തി അവിടെ നടന്നില്ല. ആമേൻ സ്തോത്രം. അപ്പോൾ നീണ്ട 15 വർഷത്തോളം വിശ്വാസ ജീവിതത്തിലായി ആദ്യകാലത്തൊന്നും എനിക്ക് അത്ര ടെൻഷൻ ഇല്ലായിരുന്നു. കാര്യം തക്ക സമയത്ത് ദൈവം പ്രവർത്തിച്ചോ എന്ന് ചിന്തിച്ച് നീണ്ടു പോകുന്നതും എനിക്ക് ഞങ്ങളുടെ കുടുംബത്തിലും എൻ്റെ വിഷയങ്ങളിലൊക്കെ ഇതായിരുന്നു. ആദ്യകാലത്ത് ആദ്യത്തെ വർഷങ്ങളിലൊക്കെ എനിക്ക് അനേകം ഞാൻ 1.5 കൊല്ലം കഴിഞ്ഞപ്പോൾ തന്നെ കർത്താവിന്റെ വേലയ്ക്ക് സമർപ്പിക്കുകയും ബൈബിൾ കോളേജിൽ പഠിക്കുകയും ചെയ്തു. അന്നൊക്കെ തന്നെ എനിക്ക് ധാരാളം ശുശ്രൂഷ ഉണ്ട്. അന്ന് ആ 1.5 കൊല്ലം മുതൽ ഒരു 5 കൊല്ലം 7 കൊല്ലം വരെയൊക്കെ അങ്ങനെ പോയി. ആമേൻ സ്തോത്രം. അപ്പം ബൈബിൾ കോളേജ് പഠനമൊക്കെ കഴിഞ്ഞ് ഓർഡിനേഷൻ ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ എനിക്ക് ശുശ്രൂഷയിൽ വലിയ കുറവ്. കഴിഞ്ഞ 6-7 കൊല്ലമൊക്കെ വളരെ ബുദ്ധിമുട്ടിലായിരുന്നു. ശുശ്രൂഷയിലും ഇല്ല. ഇടയ്ക്ക് 2 കൊല്ലമായിട്ട് എനിക്ക് മുന്നേ ജോലി ഉണ്ടായിരുന്നു, ജോലി ഇല്ലാതെയായി. ആമേൻ സ്തോത്രം. വലിയ പ്രതിസന്ധികൾ ആദ്യകാലത്തൊക്കെ എനിക്ക് ആമേൻ വിശ്വാസ ജീവിതത്തിൽ വന്ന ഉടനെ ശുശ്രൂഷ ആ രീതിയിൽ ഒരു ആത്മീയമായും എല്ലാം ഒരു ഉയർച്ച ലഭിച്ചു. ഒരു കാലം കഴിഞ്ഞപ്പോൾ ഒരു താഴ്ചയുടെ അനുഭവം വന്നു. ആമേൻ സ്തോത്രം. ആ താഴ്ചയുടെ അനുഭവം കഴിഞ്ഞ് രണ്ടാമത് ഒരു ദൈവപ്രവൃത്തി എൻ്റെ ജീവിതത്തിൽ ഇനി വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയമായി. ആമേൻ സ്തോത്രം. ആമേൻ സ്തോത്രം. ആ കഴിഞ്ഞ 2 കൊല്ലമായിട്ട് വരുമാനം പോലും ഇല്ല, ജോലിയില്ല. ആമേൻ സ്തോത്രം. അങ്ങനെ പോയി ഇടക്കാലത്തെ ശുശ്രൂഷ ഇല്ലാതെ ഒരു തളർച്ചയുടെ അനുഭവത്തിൽ നമ്മളായിരുന്നു. അതിങ്ങനെ നീണ്ടൊക്കെ പോകുമ്പോൾ നമ്മളും വിചാരിക്കും ഇനിയിപ്പം എന്തോ ഇനി നാളെ എങ്ങനെ. ആമേൻ സ്തോത്രം. നമുക്ക് ഇതൊക്കെ ഉണ്ട്. ഒരു സന്തോഷകരമായ ജീവിതമാണെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകുന്ന പ്രതീക്ഷയുണ്ട്. മറ്റേത് നമ്മൾ തളർന്നു പോവുമോ. കാര്യം എൻ്റെ വിശ്വാസത്തിന്റെ തീഷ്ണതയിൽ ഞാൻ ആദ്യകാലത്ത് ഈ പിന്മാറിപ്പോകുന്ന ദൈവസ്ഥന്മാരെയൊക്കെ പരിഹസിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. ആമേൻ സ്തോത്രം. അവസാനം എനിക്ക് സംശയമായി, ഞാൻ പിന്മാറിപ്പോകുമോ എന്നെനിക്ക് സംശയം. ആമേൻ സ്തോത്രം. ഞാൻ വളരെ ഭാരപ്പെടിയും വേദനപ്പെടിയൊക്കെ ചെയ്തു. ദൈവത്തോട് പ്രാർത്ഥിച്ച് ഞാൻ നശിച്ചു പോകാൻ ഇടവരും, ദൈവത്തെ വിട്ടുപോകാൻ ഇടവരും. കാര്യം ഇങ്ങനെ പോയാൽ എനിക്ക് ഇതിൻ്റെ ഒരു ഉറപ്പില്ലാതെ. ആമേൻ സ്തോത്രം. ഞാൻ എങ്ങനെ നിലനിൽക്കും? ആമേൻ സ്തോത്രം. എന്തായാലും ദൈവപ്രവൃത്തി വെളിപ്പെടാൻ തുടങ്ങി. ആമേൻ സ്തോത്രം. ദൈവം ഇനി ഉള്ള ദിവസങ്ങളിലെ കാര്യം ആ പരീക്ഷാ കാലം നമ്മൾ കടക്കുന്നത് ഒരു നദി കടക്കുന്നത് പോലെയാണ്. തിരുവനന്തപുരം പറയുന്നത് നീ വെള്ളത്തിൽ കൂടെ കിടക്കുമ്പോൾ, നീ നദിയിൽ കൂടെ കിടക്കുമ്പോൾ ഞാൻ ഒറ്റയ്ക്കല്ല, ദൈവം കൂടെ ഉണ്ടാവും. ആമേൻ സ്തോത്രം. സകല ജീവിതത്തിന്റെ പ്രതിസന്ധികളും പണ്ട് ഈ പാലമില്ലാത്ത കാലത്തെല്ലാം നമ്മൾ തോടിറങ്ങി കയറി അക്കരെ കയറും. ആമേൻ സ്തോത്രം. അതുപോലെ ഒരു പ്രതിസന്ധിയിലൂടെ ഇറങ്ങി കയറുന്നത് പോലെയാണ്. ആമേൻ സ്തോത്രം. ഇത് നമ്മുടെ ജീവിതയാത്രയിൽ ഉള്ളതാണ്. ആമേൻ. ഇത് ഒഴിവാക്കാൻ പറ്റത്തില്ല. ആമേൻ സ്തോത്രം. കാര്യം ഇങ്ങനെ കടത്തി വിട്ടാൽ മാത്രമേ ദൈവപ്രവൃത്തി നമ്മളിൽ വെളിപ്പെടുകയും നമുക്കും അതൊരു സാക്ഷ്യം പറയാൻ പറ്റത്തുള്ളൂ. ഒന്നുമില്ല പിന്നെ നമ്മളെന്ത് പറയാൻ? നമ്മളെന്ത് അനുഭവം പറയാൻ? ആമേൻ സ്തോത്രം. ഒരു പ്രതിസന്ധിയിലൂടെ കടന്നിട്ട് ദൈവം കൂടെ ഇരുന്ന് കരം പിടിച്ചു എന്നെ നടത്തിയെന്ന് നമുക്ക് പറയണമെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നില്ലെങ്കിൽ ബൈബിളിലുള്ള പഴയ ഭക്തന്മാരുടെ കാര്യങ്ങൾ പറയാനേ പറ്റൂ. നമ്മുടെ ജീവിതത്തിൽ ഇതൊക്കെ സംഭവിച്ചാൽ നമുക്കിത് പറയാം. ആമേൻ സ്തോത്രം. ഞാൻ ഇന്ന പ്രതിസന്ധിയിലൂടെ പോയി. ആമേൻ സ്തോത്രം. മനുഷ്യനെല്ലാം എന്നെ ഉപേക്ഷിച്ചു, മനുഷ്യരായിരുന്നു കൂടി ഇല്ലായിരുന്നു, എന്റെ ദൈവം കൂടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആ പ്രതിസന്ധിയിൽ ഞാൻ തകർന്നില്ല. ആമേൻ സ്തോത്രം. ദൈവഹിത പ്രകാരം ഞാൻ ആഗ്രഹിച്ചു. ആമേൻ സ്തോത്രം. കാര്യം എന്റെ ദൈവം എന്റെ കൂടെ ഉണ്ടായിട്ട് ഞാൻ തകർന്നില്ല. എന്നെ തകർക്കാൻ പറ്റിയ പ്രതികൂലമായിരുന്നു. ആമേൻ സ്തോത്രം. അനേക രീതി പ്രതിസന്ധിയിൽ തകർന്നുപോയി. ആമേൻ സ്തോത്രം. എന്നാൽ ആമേൻ സ്തോത്രം നാം തകരാതെ അക്കരെ എത്തിയത് നമ്മുടെ കൂടെ കർത്താവുണ്ട്. ആമേൻ സ്തോത്രം. കർത്താവ് നമ്മെ ഉപേക്ഷിക്കാത്തതുകൊണ്ട് ആമേൻ സ്തോത്രം. സകല മനുഷ്യനും ഉപേക്ഷിച്ചാലും
ദൈവം നമ്മെ കരുതുന്നത് കൊണ്ട് ആമേൻ സ്വതന്ത്രം ദൈവത്തിന്റെ വാഗ്ദത്തത്തിന്റെ പൂർത്തീകരണത്തിലേക്ക് ആമേൻ സ്വതന്ത്രം അവൻ മുൻ നിയമിച്ചവരെ വിളിച്ചവരെ നീതീകരിച്ചവരെ തേജസ്കരിച്ചു. ആമേൻ സ്വതന്ത്രം ഇതിന്റെ ഇടയിൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് ആമേൻ സ്വതന്ത്രം പലതും സംഭവിക്കുന്നുണ്ട്. അതിന്റെ കാരണം ആമേൻ സ്വതന്ത്രം തിരുവചനത്തിൽ നാം വായിച്ച 28-ാം വാക്യത്തിൽ പറയുന്നു, ആമേൻ സ്വതന്ത്രം എന്ന് പറയുന്നത് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവന്റെ നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക്. ആമേൻ സ്വതന്ത്രം ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് ആമേൻ സ്വതന്ത്രം സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. അപ്പോൾ നമുക്ക് ഈ ഇടക്കാലത്ത് ചില വിഷയങ്ങൾ സംഭവിച്ചതിന്റെ പിന്നിൽ അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നാം ദൈവത്തെ സ്നേഹിക്കുന്നവരുടെ കൂട്ടത്തിലാണ്. മനസ്സിലായി? ദൈവത്തെ സ്നേഹിക്കുന്നവരും ദൈവത്തിന്റെ നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്കുമാണ്. ആമേൻ സ്വതന്ത്രം അവരുടെ ജീവിതത്തിൽ ആ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നത്. അപ്പൊ ഒരു കാലത്ത് തിന്മ സംഭവിച്ചത് അവരുടെ ജീവിതത്തിലാണ്. ആമേൻ സ്വതന്ത്രം ദൈവത്തെ സ്നേഹിക്കുന്നവരും അവന്റെ നിർണയപ്രകാരം വിളിക്കപ്പെട്ട ഒരു ഗണമാണ്. അതുകൊണ്ടാണ് ഈ പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നതും നമ്മുടെ അയൽക്കാരുടെ വീട്ടിൽ സംഭവിക്കാത്തത്. അവരുടെ വീട്ടിൽ ഒരിക്കൽ കാണത്തില്ല, ഒരു പക്ഷേ നമുക്ക് സമാനമായ വിഷയം അവർക്കുണ്ടാവത്തില്ല. കാര്യം ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന കൂട്ടത്തിലാണ് നമ്മൾ. ആമേൻ സ്വതന്ത്രം ദൈവത്തെ സ്നേഹിക്കുന്നതാരാ? നമ്മൾ സ്നേഹിക്കുന്നു പറയുന്നതല്ല. ദൈവത്തെ സ്നേഹിക്കുന്നത് യോഹന്നാന്റെ സുവിശേഷത്തിലും ലേഖനങ്ങളിലും ഒക്കെ പറയുന്നത് ദൈവത്തെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തെ സ്നേഹിക്കുന്നവൻ അവന്റെ കൽപ്പന അനുസരിക്കും. ആമേൻ സ്വതന്ത്രം. അപ്പൊ ഈ കൽപ്പന അനുസരിച്ച് ജീവിക്കുന്നവനാണ് ദൈവത്തെ സ്നേഹിക്കുന്നവനും ദൈവം സ്നേഹിക്കുന്നവനും. ആമേൻ സ്വതന്ത്രം. അപ്പോൾ കൽപ്പന അനുസരിച്ച് ജീവിക്കുന്നവൻ ആമേൻ സ്വതന്ത്രം അവരുടെ ജീവിതത്തിലാണ് നടക്കുന്ന കാര്യങ്ങൾക്കാണ് ദൈവം നന്മയ്ക്കാക്കി കൂടി വ്യാപരിപ്പിക്കുന്നത്. എല്ലാവരുടെയും കാര്യത്തിലല്ല. ആമേൻ സ്വതന്ത്രം. അതായത് ദൈവസഭയിലുള്ള ദൈവമക്കളുടെ കാര്യത്തിൽ ആമേൻ സ്വതന്ത്രം മറ്റുള്ളവരുടെ കാര്യത്തിൽ എല്ലാം നന്മയ്ക്കാക്കി തീർക്കൊന്നില്ല, നന്മയ്ക്കാക്കി കൂടി വ്യാപരിക്കുന്നു. ദൈവത്തെ സ്നേഹിക്കുന്നവരും ദൈവത്തിന്റെ നിർണയപ്രകാരം ദൈവത്തിന്റെ ഒരു പദ്ധതിക്കായി വിളിക്കപ്പെട്ടിരിക്കുന്ന ദൈവത്തിന്റെ ഒരു പദ്ധതിക്കായി നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുമ്പോൾ നാം പാതി വഴി പട്ടുപോയാൽ ദൈവത്തിന്റെ പദ്ധതിയുടെ പൂർത്തീകരണം നടക്കത്തില്ല. ദൈവത്തിന്റെ പദ്ധതിയിലേക്ക് നാം പൂർത്തീകരണത്തിലേക്ക് എത്തപ്പെടണമെന്നുള്ളത് നമ്മുടെ ആഗ്രഹത്തേക്കാൾ കൂടുതൽ ദൈവത്തിന്റെ ആഗ്രഹം. ആമേൻ സ്വതന്ത്രം. അതുകൊണ്ട് വഴിയിൽ സംഭവിക്കുന്നതിനെയെല്ലാം ആമേൻ സ്വതന്ത്രം ദൈവം നന്മയ്ക്കാക്കി തീർക്കുന്നു, നന്മയ്ക്കാക്കി കൂടി വ്യാപരിപ്പിക്കുന്നു. ഏത് വിഷയത്തിന്റെ മേലും നിസാര യാക്കോബിന്റെ ജോലി ചെയ്തതിന്റെ പ്രതിഫല വിഷയം തുടങ്ങി ആമേൻ സ്വതന്ത്രം 38 വർഷം രോഗിയായി കിടന്ന അവന്റെ വിഷയത്തിൽ വരെ ആമേൻ കർത്താവ് ഇറങ്ങി എന്ന് മാത്രമല്ല ആമേൻ സ്വതന്ത്രം ലാസറിന്റെ വീട്ടിൽ ലാസറിനെ മരിച്ചടക്കപ്പെട്ട് 4 ദിവസമായി നാറ്റപ്പെട്ട അവസ്ഥയിലും കർത്താവ് ഇറങ്ങി ആമേൻ സ്വതന്ത്രം അതിനെ നന്മയ്ക്കാക്കി തീർത്തു. ആമേൻ സ്വതന്ത്രം അവനെ വീണ്ടും ജീവൻ പ്രാപിപ്പിച്ചു. ആമേൻ സ്വതന്ത്രം ദേശത്ത് അതൊരു വലിയ അത്ഭുതമാണ്. അവരുടെ വീട്ടിൽ കർത്താവ് വരികയും ആമേൻ സ്വതന്ത്രം കർത്താവ് പാർക്കുകയും ചെയ്യുന്ന ഭവനം. ആമേൻ സ്വതന്ത്രം. ഈ ഒരു അത്ഭുതം നടന്നപ്പോൾ ആ വീട് അതിന് ശേഷമൊക്കെ വായിക്കുമ്പോൾ ഈ വാർത്ത അറിഞ്ഞിട്ട് അനേകരും പിന്നെ കർത്താവിനെ തേടി വരിക. കാര്യം മരിച്ചവരെ ഉയർപ്പിച്ചത് മാത്രമല്ല, മരിച്ചടക്കപ്പെട്ട് 4 ദിവസമായി നാറ്റപ്പെട്ട അവസ്ഥയിൽ നിന്ന് ആമേൻ സ്വതന്ത്രം ഉയർത്തെഴുന്നേൽപ്പിച്ചു. പിന്നെ യവനായന്മാരെല്ലാം ഈ കർത്താവിനെ അന്വേഷിച്ച് വരാൻ തുടങ്ങി. ആമേൻ സ്വതന്ത്രം അത്രത്തോളം ഒരു വലിയ വാർത്തയായി, വലിയ അത്ഭുതമായി അത് മാറി. ആമേൻ സ്വതന്ത്രം. അപ്പോൾ ഏത് വിഷയം എത്ര നാടപ്പെട്ടാലും, ദേശത്ത് നാറ്റപ്പെട്ടാലും മനുഷ്യനാൽ നാറ്റപ്പെട്ടാലും ദൈവസന്നിധിയിൽ വിഷയം നാറുന്നില്ല. ആമേൻ സ്വതന്ത്രം. അല്ലെങ്കിൽ നമുക്ക് നാറി എന്നൊക്കെ തോന്നുമ്പോഴും ദൈവസന്നിധിയിൽ ഒരു വിഷയവും പ്രത്യേകിച്ച് തന്റെ ഭക്തന്മാരുടെ വിഷയങ്ങളൊന്നും അവിടെ മാറുന്നില്ല. ആമേൻ സ്വതന്ത്രം. അവിടെ എല്ലാം എല്ലാം പുതുക്കിക്കൊണ്ടിരിക്കുന്നു. ആമേൻ സ്വതന്ത്രം. കർത്താവ് വരും, അത് പുതുമയായി മാറും. അത് ലാസറിന്റെ ജീവിതത്തിൽ പുതുമയാ, ആ ഭവനത്തിന് പുതുമയാ, ദേശത്തിന് പുതുമയാ. ആമേൻ സ്വതന്ത്രം. അതിനു മുമ്പ് അങ്ങനെ ഒരു സംഭവം ഒന്നും നടന്നിട്ടില്ല. ആമേൻ സ്വതന്ത്രം. അതിന് മുമ്പ് ഇങ്ങനെ ഒരു സംഭവമേ നടന്നിട്ടില്ല. ആമേൻ സ്വതന്ത്രം. കല്ലറയ്ക്കുള്ളിലായവരൊന്നും ആമേൻ സ്വതന്ത്രം പിന്നെ നാറ്റപ്പെട്ട അവസ്ഥയിൽ നിന്ന് യേശുവിന്റെ കാലഘട്ടത്തിൽ അതിന് മുന്നേ സംഭവിച്ചിട്ടില്ലാത്തതുകൊണ്ട് ആമേൻ സ്വതന്ത്രം വലിയ അത്ഭുതമായി മാറി. ആമേൻ സ്വതന്ത്രം. അപ്പോൾ ഏത് വിഷയത്തെയും കൈകാര്യം ചെയ്യുന്ന ഒരു ദൈവമുണ്ട്. ആമേൻ സ്വതന്ത്രം. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും നന്മ നമുക്ക് ലഭിക്കേണ്ട സമയം കഴിഞ്ഞുപോയി, എനിക്ക് മുന്നേ ലഭിക്കേണ്ടതായിരുന്നു ആമേൻ സ്വതന്ത്രം എന്ന് നാം ചിന്തിക്കുന്നു എങ്കിൽ ആമേൻ സ്വതന്ത്രം ഇന്നത്തെ ദൈവത്തിന്റെ വചനം നമ്മെ ഓർപ്പിക്കുന്നതാണ്. നമ്മുടെ ദൃഷ്ടിയിലാണ്, മനുഷ്യന്റെ ദൃഷ്ടിയിലാണ് ടൈം മുന്നേ കഴിഞ്ഞു എന്നുള്ളത്. ആമേൻ സമയം താമസിച്ചു പോയി
എന്നുള്ളത് ദൈവം തക്ക സമയത്ത് തന്നെ തക്ക സമയത്ത് ദൈവത്തിന്റെ പദ്ധതി വെളിപ്പെടും. ആമേൻ സ്വതന്ത്രം. അത് ദേശം വിടുവിക്കപ്പെടണമെങ്കിൽ, ഭവനം വിടുവിക്കപ്പെടണമെങ്കിൽ, ആമേൻ സ്വതന്ത്രം നമ്മുടെ ഭവനത്തിലെ ആത്മാക്കൾ രക്ഷിക്കപ്പെടണമെങ്കിൽ, ആമേൻ സ്വതന്ത്രം ഏത് വിഷയവും, ആമേൻ സ്വതന്ത്രം നമ്മളെ ഞെരുക്കുന്ന ശത്രു തടയപ്പെടുന്ന സകല ശത്രുവിനാൽ തടയപ്പെടുന്ന സകല നന്മകളും നമുക്ക് ലഭിക്കേണ്ട സമയത്ത് ലഭിക്കും. മുൻകാലങ്ങളിൽ തടയപ്പെട്ടതുകൊണ്ട് ഇനിയും എന്റെ ആയുഷ്കാലം മൊത്തം, എന്റെ ജീവിതകാലം മൊത്തവും ഞാൻ അങ്ങനെ ആയിരിക്കണം എന്ന് നമുക്ക് അങ്ങനെ ചിന്തിക്കേണ്ട കാര്യമേ ഇല്ല. ഒരു ദൈവപ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുമ്പോൾ, നമ്മുടെ സഭയിൽ വെളിപ്പെടുമ്പോൾ, നമ്മുടെ കുടുംബത്തിൽ വെളിപ്പെടുമ്പോൾ, ആമേൻ സ്തോത്രം, അതിനു മുമ്പുണ്ടായിരുന്ന ശൂന്യതകളെല്ലാം ആമേൻ സ്തോത്രം സകല ശൂന്യതകളെയും മാറി നിറവിന്റെ നിറവായ കർത്താവിന്റെ സാന്നിധ്യം വെളിപ്പെടുമ്പോൾ സഭ അനുഗ്രഹിക്കപ്പെടും, കുടുംബം അനുഗ്രഹിക്കപ്പെടും, വ്യക്തികൾ അനുഗ്രഹിക്കപ്പെടും. ആമേൻ സ്തോത്രം. ഏത് വിഷയത്തിന്മേലും പ്രവർത്തിക്കാൻ കഴിയുന്ന കർത്താവാണ് നമുക്കുള്ളത്. ആമേൻ സ്തോത്രം. അവൻ നോഹയെ മറന്നില്ല. ആമേൻ സ്തോത്രം. ദേശം മൊത്തം നശിപ്പിച്ചപ്പോഴും നോഹയും തന്റെ കുടുംബത്തെയും അവൻ മറന്നില്ല. ആമേൻ സ്തോത്രം. ദൈവത്തിന് വേണ്ടി നിൽക്കുന്നവനെ ആമേൻ സ്തോത്രം മനുഷ്യൻ മറന്നാലും ദൈവം മറക്കത്തില്ല. ആമേൻ സ്തോത്രം. തന്റെ ഭക്തന്മാർക്ക് ഓർത്തു വെച്ച് പ്രതിഫലം കൊടുക്കുന്ന കർത്താവ്. ആമേൻ സ്തോത്രം. അവന്റെ നന്മകൾ ആമേൻ സ്തോത്രം നമുക്ക് അതുകൊണ്ട് ആമേൻ സ്തോത്രം എന്തൊക്കെ തടയപ്പെട്ടാലും ആമേൻ സ്തോത്രം ഇതൊക്കെ ദൈവത്തിന്റെ പ്രത്യക്ഷത വെളിപ്പെടുന്ന സമയത്ത് ദൈവം നമുക്ക് അനുകൂലമാകുമ്പോൾ ആമേൻ സ്തോത്രം നമുക്ക് തടയപ്പെട്ടത് മാത്രമല്ല, ചിലപ്പോൾ അതിലധികമായി ലഭിക്കും. ആമേൻ സ്തോത്രം. അപ്പോൾ സ്തോത്രം നമ്മൾ ഈ ദിവസങ്ങളിൽ ദൈവസന്നിധിയിലേക്ക് കൂടുതൽ അടുക്കുക. അവന്റെ പദ്ധതി നമ്മെ മുന്നേ വെച്ചവരെ വിളിച്ചവരെ നീതീകരിച്ചും ഈ അവസ്ഥ വരെ നമ്മളായിട്ടുണ്ട്. അവൻ നമ്മെ മുന്നറിഞ്ഞവരാണ്, മുൻ നിയമിച്ചവരാണ്. ആമേൻ സ്തോത്രം. നമ്മളെ വിളിച്ചവരാണ്. ആമേൻ സ്തോത്രം. നമ്മെ നീതീകരിച്ചിട്ടുണ്ട്. ആമേൻ സ്തോത്രം. ഇനി അത് തേജസ്കരണം നടന്നുകൊണ്ടിരിക്കുക. തേജസ്കരണത്തിന്റെ പൂർത്തീകരണത്തിൽ കൊണ്ടെത്തിക്കുവാൻ കർത്താവിനെ കഴിയും. അത് നമ്മുടെ കഴിവുകൊണ്ടല്ല, നമുക്ക് വേണ്ടുന്നതുപോലെ പ്രാർത്ഥിക്കാൻ പോലും അറിയത്തില്ല. എങ്കിലും ആമേൻ സ്തോത്രം ഉച്ചരിച്ചുകൂടാത്ത നരകങ്ങളാൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മിൽ പക്ഷപാതം ചെയ്യുന്നു. ആമേൻ സ്തോത്രം. നാം വഴിതെറ്റി പ്രാർത്ഥിക്കുമ്പോൾ, നമ്മൾ ശരിയായി പ്രാർത്ഥിക്കാതിരിക്കുമ്പോൾ ഈ തേജസ്കരണത്തിന് വേണ്ടി നമ്മുടെ ഉള്ളിൽ നിന്ന് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് ആമേൻ പരിശുദ്ധാത്മാവ് നമ്മളുടെ ഉള്ളിൽ നിന്ന് തേജസ്കരണത്തിന് വേണ്ടി ഞെരങ്ങി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആമേൻ സ്തോത്രം ആ തേജസ്കരണത്തിലേക്ക് ആമേൻ സ്തോത്രം. പക്ഷെ മനുഷ്യന് പുകഴുവാനൊന്നുമില്ല. ആമേൻ സ്തോത്രം. പ്രാർത്ഥിക്കുന്നത് പോലും ദൈവത്തിന്റെ ആത്മാവ് നമ്മളിൽ നിന്ന് നമുക്ക് വേണ്ടിയാ പ്രാർത്ഥിക്കുന്നത്. നമ്മൾ വേണ്ടുന്നത് പോലെ പ്രാർത്ഥിച്ചിട്ടില്ല, എന്നിട്ട് പോലും ദൈവം നമ്മളെ കൈയൊഴിയുന്നു. ആമേൻ സ്തോത്രം. നമ്മുടെ നന്മകളെ ആമേൻ സ്തോത്രം, നമ്മുടെ അനുഗ്രഹങ്ങളെ, നമ്മുടെ തേജസ്കരണത്തെ തക്ക സമയത്ത് ദൈവം നമുക്ക് വേണ്ടി നിലനിർത്തും. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയിൽ അടിയനെ ഓർക്കുക. ദൈവം ധാരാളമായി അനുഗ്രഹിക്കും.